Boda, co-presented by Berger Paints, 100 Years of Trust, and ICL Fincorp. ICL Fincorp, the intelligent choice. Co-powered by Chungat Jewellery. Chungat Jewellery lightweight gold-ന്റെ ഏറ്റവും പുതിയ കളക്ഷൻ. ചോദ്യം പച്ച നുണ പറയാൻ പാടില്ല. ഒരു ചർച്ചയിൽ നിങ്ങൾ ഇലക്ട്രൽ ബോണ്ടിന്റെ നുണ പറഞ്ഞോണ്ടാ നമ്മൾ ഈ പറയുന്നത്. ദിവാര മാഷോടാണ് ചോദ്യം. ദിവാര മാഷെ മറന്നുപോകുന്ന വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്. ഇവിടെ മാസപ്പൊടി വാങ്ങുന്നത് പിണറായി വിജയന്റെ മകളല്ലേ? രണ്ടാമത് പൗരത്വ ബില്ലിന് നേരെ സമരം ചെയ്തപ്പോൾ 5 ദിവസം ജയിലിൽ കിടന്ന ആളാണ് ഞങ്ങള്. പിണറായി വിജയൻ കേസെടുത്തു. പിന്നെ നിങ്ങൾ ന്യൂനപക്ഷങ്ങളെ പറയുന്നു. സുക്കൂറിനെ വിചാരണ ചെയ്ത് നിങ്ങൾ കൊന്നില്ലേ? ഷുഹൈബിനെ നിങ്ങൾ കൊന്നില്ലേ? ശരത് ബാലിനെ നിങ്ങൾ കൊന്നില്ലേ? ടി.പി. ചന്ദ്രശേഖരനെ നിങ്ങൾ വെട്ടിക്കൊന്നില്ലേ? എല്ലാം മറന്നതാണ്. പക്ഷേ സിദ്ധാർത്ഥനെ വീണ്ടും വീണ്ടും നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ശൈലജ എന്താണ് ആ നിലപാട്? ഈ കൊല ചെയ്തവരോടാണോ മരിച്ചവരോടാണോ എന്ന് വ്യക്തമാക്കണം. 56 ശേഷം കേരളം രൂപം കൊണ്ട് 57 കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വന്നതിന് ശേഷം ഈ 24 വരെ ധീരജ് രാജേന്ദ്രൻ വരെയുള്ള 34 SFIക്കാരെ കൊന്നത്, ധാരാളം ആളുകളെ രക്തസാക്ഷികളാക്കിയത് കോൺഗ്രസും BJP-യാണ്. അതിലൊക്കെ പങ്ക് നിങ്ങൾ പറ. ഏതെങ്കിലും ഒരു SFIക്കാരനെ കേരളത്തിലെ ക്യാമ്പസിൽ കോൺഗ്രസുകാര് പറയട്ടെ. SFIക്കാരെ കൊല ചെയ്ത പോലെ കേസുകാരനെ കൊല ചെയ്ത പറ. ഈ കേരളത്തിൽ നിങ്ങൾ പറഞ്ഞല്ലോ മാസപ്പടി പറഞ്ഞല്ലോ, മറുപടിയാ പറയുന്നത്. മാസപ്പടിയാണ് വാങ്ങിക്കൊണ്ടത് പോയത്. തെളിവെന്താ? കുഴൽനാടൻ ഇന്ന് വരെ തെളിവ് ഹാജരാക്കിയില്ല. കുഴൽനാടനെതിരായി കേസ് വന്നതാണിപ്പം. മാസപ്പടിയുടെ പേരിൽ ഏത് ഏജൻസിയാണ് തെളിവ് കോടതിയുടെ മുമ്പിൽ വെച്ചത്? അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് വീണയെ അറസ്റ്റ്? നിങ്ങൾ അന്വേഷണത്തിന് നിങ്ങളെ കയ്യിൽ, കേന്ദ്രത്തിന്റെ കയ്യിൽ അറസ്റ്റ് ചെയ്യൂല. സ്വർണ്ണക്കള്ളക്കടത്തിന്റെ അന്വേഷണം നടത്താൻ SBIO അന്വേഷണം നടക്കുകയല്ലേ? തെളിവ് കിട്ടിയ SBIO അന്വേഷണം നടക്കുകയാണ്. ഞങ്ങൾ അന്വേഷണമല്ല, കേന്ദ്രം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. SBIO ഒക്കെ എന്ത് തെളിവ് കിട്ടിയെന്ന് പറ. നിങ്ങൾ അന്വേഷണത്തിന്റെ ഏജൻസി കേന്ദ്രം ഇടപെട്ടിട്ടുണ്ട്. ആ കേന്ദ്ര ഏജൻസികൾക്ക് ആർക്കാണ് കൃത്യമായ തെളിവ് കിട്ടിയത്? മാസപ്പടി എന്ന് പറയുന്നത് ഒരു പുക മറ സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിൽ ബാക്കിയുള്ള എല്ലാ അഴിമതിയെയും നിങ്ങൾ വെള്ളപൂശാൻ ശ്രമിക്കുകയല്ലേ? അല്ലാതെ ബോണ്ട് വാങ്ങിയാരാ? ബോണ്ട് വാങ്ങിയത് BJP മാത്രം, നിങ്ങളല്ലേ? ബോണ്ട് വാങ്ങിയാരാ? അഴിമതിയല്ലേ? കള്ളപ്പണം വെളുപ്പിച്ചു കൊടുക്കുന്നതിന് BJP-യുടെ കൂടെ ചൂട്ടുപിടിച്ചു കൊടുത്ത കള്ളന് ചൂട്ടുപിടിച്ച ആളുകളാ നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ വലിയ ന്യായമൊന്നും പറയണ്ട. മാസപ്പടിയുടെ പേര് 8 കൊല്ലമായിട്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് പറയുന്നത്. നിങ്ങളെ കേരളത്തിലിരിക്കുന്ന ഒരു വിഷയത്തിന് കേരളത്തിൽ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കോടിക്കണക്കിന് രൂപ അല്ല. ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം പറഞ്ഞല്ലോ, പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ നിലപാടെടുത്ത മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയെ പിരിച്ചുവിടാൻ ധൈര്യം കാണിക്കില്ല. കാരണം എന്താ? കേന്ദ്രം ഭരിക്കുന്ന BJP-യുമായി നരേന്ദ്രമോദിയുമായി കൃത്യമായി രഹസ്യ ബാന്ധവം സൂക്ഷിക്കുന്ന മുഖ്യമന്ത്രിയാ കേരളം ഭരിക്കുന്നത്. അതുകൊണ്ടാണ് പിരിച്ചുവിടൂല. അതുകൊണ്ടാണ് 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് എതിരായി മാറുന്ന നിലയിലേക്ക് വന്നു. മാസപ്പടി വിവാദം ഇനിയും നടപ്പിലാക്കില്ല എന്ന ധൈര്യത്തോടെ ഇന്ത്യയിലെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. രൂപയുടെ ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു നിയമം ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് പരാജയപ്പെടുത്തിയത് കേരളത്തിലെ ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷത്തിന്റെ ഭരണത്തെ നിങ്ങൾ എങ്ങനെ പറഞ്ഞു പിടിച്ചു മോശമാക്കാൻ ശ്രമിച്ചാലും മോശമാവില്ല. BJP-യുടെ അഭിപ്രായം UDF-നോടാണ്. ഒരു റിക്വസ്റ്റ് ഉണ്ട്. എന്താന്ന് വെച്ചാൽ ബോണ്ടിന്റെ വിഷയത്തിൽ ഇത്ര ശതമാനം വോട്ടിംഗ് പെർസെന്റേജ് വേണമെന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ അത് ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആധികാരികമായിട്ട് സംസാരിക്കുമ്പോൾ അത് മാത്രം പച്ചക്കള്ളെന്ന് പറയണ്ട, ബാക്കി എല്ലാം പച്ചക്കള്ള. അത് തിരുത്താൻ അല്ല, അത് തിരുത്താനുള്ള ബാധ്യത ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകർക്കുണ്ട്. ഒരു മാനദണ്ഡവും ഇല്ല. CPM ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ബോണ്ടിനെതിരെ ശക്തമായി രംഗത്ത് വന്നതാണ്. സുപ്രീം കോടതിയിൽ കേസ് റൈസ് ചെയ്തത് CPM-ഉം
അതേപോലെ ഇന്ത്യയിലെ ഒരു NGO സംഘടനയാണ്. പിന്നെ മറ്റൊരു കാര്യം, UDF പ്രതിനിധി തന്നെ മറുപടി വേണം. എന്തുകൊണ്ട് വടകരയിലെ വികസനം ചർച്ച ചെയ്യപ്പെടുന്നില്ല? വേറെ കാര്യം, ദേശീയ വിഷയം കൂടി പറഞ്ഞോട്ടെ. നമ്മളെ ഡൽഹി മുഖ്യമന്ത്രിനെ വ്യാജമായിട്ടുള്ള കേസ് ആരോപിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യത്തെ ദുർബലപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ അതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടോ? CA ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കോൺഗ്രസിന്റെ പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വന്നിട്ടുണ്ടോ? ഇത് പകുതി വർഗീയത വെച്ചുകൊണ്ടൊന്നും ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാനാവില്ല. കേൾക്ക്, നിങ്ങളെ ലേലമുണ്ടാക്കിയ കാര്യമില്ല. തെരഞ്ഞെടുപ്പിൽ കള്ളപ്പണം, തെരഞ്ഞെടുപ്പിൽ കള്ളപ്പണം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ആണ് ഈ കടപ്പത്രം ഇറക്കുന്നത്. ആ കടപ്പത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വോട്ട് ഷെയർ 1% വോട്ട് ഷെയർ ഉള്ള ആളുകൾക്കാണ് ബോണ്ടിന് യോഗ്യത. CPM-ന് അപേക്ഷിക്കാനുള്ള യോഗ്യതയില്ല. ഞങ്ങൾ ഈ കടപ്പത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമപരമായി സാധുതയുള്ള കടപ്പത്രവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നം, കടപ്പത്രം വാങ്ങുന്നത് തെറ്റല്ല. കടപ്പത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഉന്നയിക്കുന്ന വിഷയം തെലങ്കാനയിലെ ഇതിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട്. ആ അഴിമതിയെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ നിങ്ങൾ കളവ് പറഞ്ഞതിനെ കുറിച്ച് പറയുന്നു. CPM പ്രതിനിധി ഇപ്പൊ ഇവിടെ സംസാരിച്ച കാര്യങ്ങൾ, CPM പ്രതിനിധി പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും, അതായത് പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, അതുപോലെ തന്നെ മുത്തലാഖുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, ഇപ്പൊ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തില്ല. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യ രാജ്യത്ത് ഒരു ഫാസിസ്റ്റ് ഭരണകൂടം കടന്നു വരാൻ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് കെജ്രിവാളും CPM-ഉം CPI-യും ഒക്കെ. 2014 നിങ്ങൾ മറക്കണ്ട, അണ്ണാ ഹസാരെ എന്ന് പറയുന്ന BJP സ്പോൺസർ ചെയ്ത ഒരു കിളവനെ വെച്ച് ഇന്ത്യ രാജ്യത്ത് ഡൽഹിയിൽ നടന്ന സമരം, ആ സമരത്തിന് മുന്നണി പോരാളിയായിരുന്നു ആര്? കെജ്രിവാള്. പ്രകാശ് കാരാട്ടുണ്ടായിരുന്നു, വൃന്ദ കാരാട്ടുണ്ടായിരുന്നു. അങ്ങനെ കോൺഗ്രസിനെ അധികാരത്തിനിറക്കി അധികാരത്തിൽ വന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ആദ്യത്തെ പണി കിട്ടിയ കെജ്രിവാളിനാ. പക്ഷെ ഞങ്ങൾ ആ നിലപാടെടുക്കുന്ന ആളുകളല്ല. ഫാസിസം എവിടെ നടപ്പിലാക്കിയാലും അതിനെതിരെ പൊരുതുന്ന സംവിധാന കോൺഗ്രസിന്റെ സംവിധാനം. ഞങ്ങൾ കെജ്രിവാളിന് വേണ്ടി തന്നെയാ ശബ്ദിക്കുന്നത്. ഞങ്ങൾ കേരളത്തിൽ നടത്തിയ ആളുകളാ. നിങ്ങൾ സംരക്ഷിക്കണം. കാരണം അറിയോ, നിങ്ങളും കൂടി ചേർന്നുകൊണ്ടാ ഈ ഇന്ത്യ ഭരിക്കുന്ന ഈ ഗവൺമെന്റ് ഉണ്ടാക്കിയത്. 77 മുതൽ ഈ രാജ്യത്ത് BJP-യുമായി ബാന്ധവമുണ്ടാക്കി ഇന്ന് കാണുന്ന ഫാസിസ്റ്റ് ഭരണകൂടത്തെ ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവന്ന ആളുകളാണ് നിങ്ങൾ. നിങ്ങൾക്ക് അതിന് ബാധ്യതയുണ്ട്. നിങ്ങളെ ബാധ്യത നിർവഹിക്കണം. ഞങ്ങൾ പറയുന്നു ആയിക്കോട്ടെ, ഇത് ചർച്ചയല്ല, ഇത് എല്ലാവർക്കും അഭിപ്രായം പറയുക. അത് വിലയിരുത്തട്ടെ. ചർച്ചയല്ല, എല്ലാവർക്കും ശരി. നമുക്ക് വിലയിരുത്താം. പറയാം. സർക്കാരിന് നിശ്ചയിച്ചിട്ടുണ്ടോ? ഞാൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഭീഷണിപ്പെടുത്തിയോണ്ടോ ലഹളണ്ടാക്കിയൊന്നും എന്റെ നിലപാടിൽ മാറ്റം ഉണ്ടാവില്ല. അതിനൊന്നും നിങ്ങളുടെ ശ്രമിക്കാൻ വേണ്ട. അതിന് നടക്കുകയില്ല. പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകൂ. അത് അവസാനിച്ചു. ഇവിടെ BJP പ്രതിനിധിയോട് ചോദിക്കണം. BJP എന്നെ ചോദിച്ചു. കോൺഗ്രസിന്റെ പ്രതിനിധി നമ്മൾ ഒരു BJP പ്രതിനിധി ഒരു ചോദ്യം, ഒറ്റ ചോദ്യം. ഇലക്ട്രൽ ബോണ്ട് എന്നോട് ചോദിച്ചു. ഒരു മിനിറ്റ് ചോദിച്ചതിന് ഉത്തരം പറയാം. ഈ രാഷ്ട്രീയ പാർട്ടികൾ കൊടുക്കുന്ന പണത്തിന്റെ അതിന്റെ കടന്നുകയറ്റം അതിന്റെ മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 2017 പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ലിന്റെ അടിസ്ഥാനത്തിലാണ് ഇലക്ട്രൽ ബോണ്ട് നടപ്പിലാക്കിയത്. എന്താണ് ഇലക്ട്രൽ ബോണ്ട്? സുപ്രീം കോടതി ഞാൻ പറയുന്നത് കേൾക്കും മിസ്റ്റർ. ഞാൻ പറഞ്ഞ ഒരു കാര്യമല്ല, ഞാൻ പറഞ്ഞ കേൾക്കാൻ ശേഷം ഞാൻ പറയട്ടെ സുഹൃത്തെ, നിങ്ങളെ ഞാൻ പറയട്ടെ. അപ്പൊ ഞാൻ പറയട്ടെ. അപ്പൊ ഇലക്ട്രൽ ബോണ്ട് നിങ്ങളവിടെ ഇരിക്കുന്നേ, അത് ഗാന്ധിന്റെ ഭർത്താവ് റോബർട്ട് വദ്ര ഒട്ടനവധി കേസുകളിൽ ആരോപണം നേരിടുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിനാണ് ഇത് വാങ്ങിയത്. അപ്പൊ ഇലക്ട്രൽ ബോണ്ട് എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടി ചോദിച്ചല്ലോ, സംസാരിക്കട്ടെ.
പറയാം ഞാനും പറയാം അതിൽ അഭിപ്രായം ഒറ്റ അപ്പൊ ഇലക്ട്രൽ ബോണ്ട് എന്നുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ബില്ല് അവതരിപ്പിച്ചേ. എന്താണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് അതുവരെ സംഭാവന കൊടുക്കുന്ന സമയത്ത് 20,000 രൂപയിൽ കൂടുതൽ സംഭാവന കൊടുക്കാൻ പാടില്ല, ചെക്കേ കൊടുക്കാൻ പാടുള്ളൂ. ആ സമയത്ത് കോടിക്കണക്കിന് കള്ളപ്പണം രാഷ്ട്രീയ പാർട്ടികൾ കൊടുത്തതിന് അതിലൊരു മാറ്റത്തിന് വേണ്ടിയാണ് ഇലക്ട്രൽ ബോണ്ട് അവതരിപ്പിച്ചേ. ഞാൻ പറയുന്നത് കേൾക്കൂ. ഇലക്ട്രൽ ബോണ്ട് എന്ന് വെച്ചാൽ എന്താ? 1000 മുതൽ 10,000 മുതൽ ലക്ഷം മുതൽ കോടി രൂപയുടെ ബോണ്ട് ബാങ്കിൽ നിന്ന് വാങ്ങാം. ആ ബാങ്കിൽ നിന്ന് വാങ്ങിയ ബോണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്താൽ ആ രാഷ്ട്രീയ പാർട്ടി 14 ദിവസത്തിൽ അത് പണമാക്കി മാറ്റാം. ഈ ഇലക്ട്രൽ ബോണ്ടിൽ 20,000 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ട് വഴി രാഷ്ട്രീയ പാർട്ടികൾ സമാഹരിച്ചത്. അതിൽ ഏറ്റവും വലിയ സംഭാവന സ്വീകരിച്ചത് BJP ആണ്, 6,000 കോടി. ബാക്കി 14,000 കോടി എന്റെ ഇടതുഭാഗത്തിരിക്കുന്ന ഇന്ത്യ മുന്നണി ആളുകളാണ് 14,000 കോടി കൈപ്പറ്റിയുള്ളത്. രണ്ട് പാർട്ടിക്കാര്. ഇടതുപക്ഷ CPM-ന് ഈ സംഭാവന വാങ്ങാനുള്ള അവകാശമല്ല. കാരണം എന്താണെന്നറിയോ? 1% താഴെ വോട്ടുള്ള ആള് കിട്ടൂല. നിങ്ങൾ ഗൂഗിൾ അടിച്ചോക്ക്, നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യ്, ഗൂഗിൾ സെർച്ച് ചെയ്യ്. 1% കൂടുതൽ, 1% താഴെ വോട്ടുള്ള കാര്യമില്ല. ഗൂഗിൾ സെർച്ച് ചെയ്യ്, ഗൂഗിൾ സെർച്ച് ചെയ്യ്, ഗൂഗിൾ സെർച്ച് ചെയ്യ്. കിട്ടൂല, സെർച്ച് ചെയ്യ്, ഗൂഗിൾ സെർച്ച് ചെയ്യ്. നിങ്ങളിങ്ങനെ പഠിപ്പിച്ചാൽ കൊടുത്ത കാര്യമില്ല. ഗൂഗിൾ സെർച്ച് ചെയ്യ്. അതുകൊണ്ട് ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ പേരിൽ ആരെയും വരട്ടൊന്നും വേണ്ട. എന്തുകൊണ്ട് സുപ്രീം കോടതിയിൽ ഇത്ര വ്യക്തമായ കണക്കിട്ടീന്? അഴിമതിയുടെ കണക്ക് കിട്ടോ? അപ്പൊ യാതൊരു അഴിമതിയും ഇലക്ട്രൽ ബോണ്ട് ഇല്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായ കണക്കിട്ടിയത്. ഇവിടെ മാന് എന്തിനാ CPM പറയുന്നത്? ഗൂഗിൾ അടിച്ചോക്കിപ്പോ 1% താഴെ വോട്ടുള്ള ആളെ കിട്ടൂല. 1% താഴെ വോട്ടുള്ള CPM-ന് ഈ ബോണ്ട് കിട്ടൂല. ഇന്ത്യ രാജ്യത്ത് മൊത്തം വോട്ട് ചെയ്തത് 1% താഴെ മാത്രമേ CPM പറഞ്ഞുള്ളൂ. ആ CPM കിട്ടൂല 5 പൈസ. മനസ്സിലായില്ലേ? അപ്പോ ഈ 20,000 കോടിയില് 6,000 കോടി മാത്രമേ BJP ഉള്ളൂ. ബാക്കി 14,000 കോടി അത് അഴിമതി പണമല്ല, കൃത്യമായ കണക്കുണ്ട്. സുപ്രീം കോടതിയിൽ ഹാജരാക്കാൻ പറഞ്ഞ സമയത്ത് കണക്ക് ഹാജരാക്കി. അതിൽ അഴിമതിയിലാന്ന് മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇലക്ട്രൽ ബോണ്ട് വഴി ഒന്നും ആരും മനസ്സിലായില്ലേ? ദേശാഭിമാനി പത്രത്തിൽ 4 വാരി എഴുതിയാലൊന്നും ഇവിടെ ആരും പറിക്കാൻ പോകുന്നില്ല. മനസ്സിലായില്ലേ? ദേശാഭിമാനി പത്രത്തിൽ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് 4 വാരി എഴുതിയാലൊന്നും ഇവിടെ ആരും പേടിക്കാൻ പോകുന്നില്ല. മനസ്സിലാക്ക്. ചർച്ച ചെയ്യ്. ഇവിടെ അഴിമതിയെക്കുറിച്ച് കണക്കുകൾ സുപ്രീം കോടതിയിൽ ഹാജരാക്കി. സുപ്രീം കോടതിയുടെ കിട്ടൂല. സുപ്രീം കോടതി 1% താഴെ വോട്ട് 1% താഴെ വോട്ട് 2016 കിട്ടൂല. 2016 വളർത്താൻ നോക്കാദ്യം. ഒറ്റ കാര്യം ഇതിന്റെ അകത്ത് അഴിമതി ഇല്ലാന്ന് BJPയും കോൺഗ്രസും ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ. ഇതിലെ ഒരു കക്ഷി ഈ പണം കൊടുത്തത് ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽസ് ആൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് ഹരിയാന. അവരുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് പരിശോധിച്ച് SBI പറയുന്നത് 250 കോടി നിക്ഷേപമുള്ള ഒരു ഹോട്ടലാണ്. അവര് ഈ ഇലക്ട്രൽ ബോണ്ട് വകയിലേക്ക് കൊടുത്തത് 2,500 കോടിയാണ്. SBI പറയാണ് എവിടെ പാർലമെന്റിൽ അവതരിപ്പിച്ച ഇലക്ട്രൽ ബോണ്ട് ബില്ലിലോ പറയാത്ത കാര്യങ്ങൾ ഒരു കാര്യം പറഞ്ഞിട്ട് ദേശാഭിമാനിക്ക് സാന്റിയാഗോ മാർച്ചിൽ 15 കൊല്ലം മുമ്പ് 2 കോടി രൂപ കൊടുത്ത് എന്തിനാ? 2016 നോട്ട് നിരോധനം കൊണ്ടുവന്നു. ലോകത്തിൽ സ്വിസ് ബാങ്കിൽ ഉൾപ്പെടെ കള്ളപ്പണം കൊണ്ടുവരും, 15 ലക്ഷം ഉൾപ്പെടെ നാട്ടുകാരുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. ഹിന്ദി മനസ്സിലാക്കാതെ ഞങ്ങളെ കുറ്റല്ല.
നൂറുകണക്കിന് വേദികൾ വിശദീകരിച്ച ആദ്യം ഹിന്ദി പഠിച്ചു, ആദ്യം ഹിന്ദി പഠിച്ചവാ, ദേശീയ ഭാഷ പഠിച്ചവാ, ദേശീയ ഭാഷ പഠിച്ചവാ എന്ന് സംസാരിക്കാം, ദേശീയ ഭാഷ പഠിച്ചവാ എന്ന് സംസാരിക്കാം. ഹിന്ദി അറിയാണ്ട് 5 ലക്ഷം നൂറുകണക്കിന് വേദികൾ ശ്രീജിത്ത് 15 ലക്ഷം എന്നല്ല പറഞ്ഞ 5 ലക്ഷം ദേശീയ ഭാഷ പഠിച്ചവാ എന്ന് സംസാരിക്കാം. ആദ്യം ഹിന്ദി പഠിക്കും. അത് പോട്ടെ. ചോദ്യം കോൺഗ്രസിന്റെ പ്രതിനിധിയോടാണ്. ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ ചർച്ചയുടെ തുടക്കം മുതൽ തന്നെ ഇവിടെ പറയാണ് കോൺഗ്രസ് ആണ് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതെന്ന വലിയ വാദം മുന്നോട്ട് വെക്കുകയാണ്. അവരോട് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യമാണ്, KC വേണുഗോപാൽ നിലവിൽ രാജ്യസഭ MP ആണ്, 2.5 വർഷമേ ആയിട്ടുള്ളൂ. ഈ KC വേണുഗോപാൽ ഇവിടെ വന്ന് മത്സരിക്കുന്നത് ആരെ സഹായിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്ന് മത്സരിക്കുന്നത് എന്ന് കോൺഗ്രസിന്റെ പ്രതിനിധി വ്യക്തമാക്കണം. അതുപോലെ തന്നെ രണ്ടാമത്തെ ചോദ്യം, നമുക്കറിയാം BJPക്ക് 4 സീറ്റ് കൂടി രാജ്യസഭക്ക് കിട്ടിയാൽ അവർക്ക് ഭൂരിപക്ഷം കിട്ടും. അങ്ങനെയാണ് ഭരണഘടനയിൽ ഉൾപ്പെടെ മാറ്റം വരുത്താൻ വേണ്ടി BJPക്ക് സാധിക്കും. പിന്നെ എന്ത് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടമാണ് കോൺഗ്രസ് ഇവിടെ നേതൃത്വം കൊടുക്കുന്നത്? കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ വ്യക്തമാക്കണം. ഇത് സഹിഷ്ണുത എന്ന് പറയുന്നത് ഇല്ലാത്ത ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. സഹിഷ്ണുതയോടുകൂടി രാഷ്ട്രീയം കേൾക്കാനും അത് ഉൾക്കൊള്ളാനുമുള്ള മനസ്സാദ്യം വേണം. ആ സഹിഷ്ണുതയില്ലായ്മയാണ് TP ചന്ദ്രശേഖരന്റെ കൊലപാതകം നടന്നത്. ആ സഹിഷ്ണുതയില്ലായ്മയാണ് ശരത് ലാലിനെ കൊന്നത്. ആ സഹിഷ്ണുതയില്ലായ്മയാണ് ഷുഹൈബിനെ കൊന്നത്. ആ സഹിഷ്ണുതയില്ലായ്മയാണ് ജയഷമാട്ടെ കൊന്നത്. ആ സഹിഷ്ണുതയില്ലായ്മയാണ് സിദ്ധാർത്ഥനെ കൊന്നത്. ആ സഹിഷ്ണുതയില്ലായ്മയാണ് ആളുകളെ കൊന്നൊടുക്കുന്ന. അതുകൊണ്ട് ഈ സഹിഷ്ണുതയോടുകൂടി കേൾക്ക്. ഈ തെരഞ്ഞെടുപ്പ് ദേശീയ തലത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പാ. ഈ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരണമെങ്കിൽ 272 MPമാരുടെ ഭൂരിപക്ഷം കിട്ടണം. ഈ തെരഞ്ഞെടുപ്പിൽ 2 ചോദ്യങ്ങളാണ്. ഒന്ന്, ഇടതുപക്ഷം മത്സരിക്കുന്നത് എന്തിനാണ്? അതിനുള്ള കൃത്യമായ ഉത്തരം CPMന്റെ മുതിർന്ന നേതാവ് AK ബാലൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. നമ്മുടെ ചിഹ്നം നഷ്ടപ്പെടും. കരിവാൾ ചുറ്റിക നക്ഷത്ര ചിഹ്നം നഷ്ടപ്പെട്ടാൽ ഈനാമ്പേച്ചിയോ എലിപ്പട്ടിയോ ചിഹ്നം വെച്ച് അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടി വരും എന്ന് ബാലൻ കൃത്യമായി മറുപടി പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് ദേശീയ തലത്തിൽ 272 സീറ്റ് ഭൂരിപക്ഷം കിട്ടുന്ന ആളാണ് അധികാരത്തിൽ വരിക. 60 സീറ്റിൽ മത്സരിക്കുന്ന ആള് 272ലേക്ക് എത്തുന്ന മാന്ത്രിക വിദ്യ എന്താണെന്ന് നമുക്കറിയില്ല. ഒന്ന്. രണ്ട് ഒരു രാജ്യത്തിന്റെ നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് രാജ്യസഭയല്ല, പാർലമെന്റാണ്. അധികാരത്തിലെത്തുക എന്നതാണ് പ്രധാനം. അധികാരത്തിലെത്തുക എന്നതാണ് പ്രാധാന്യം. അധികാരത്തിലെത്തണമെങ്കിൽ പാർലമെന്റിൽ ഭൂരിപക്ഷം കിട്ടണം. പാർലമെന്റിൽ ഭൂരിപക്ഷം കിട്ടിയാലേ ആ പാർലമെന്റിൽ ഭൂരിപക്ഷം കിട്ടുന്ന കക്ഷിയാണ് പ്രധാനമന്ത്രിയെ തീരുമാനിക്കുക. പാർലമെന്റിൽ പാസ്സാക്കിയിട്ട് രാജ്യസഭയിൽ വരൂ. ഞങ്ങള് ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ എംപിയും വിലപ്പെട്ടതാണ്. കോൺഗ്രസിലെ ഓരോ എംപിയും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് ഞങ്ങള് ആലപ്പുഴയിൽ KCയെ മത്സരിപ്പിക്കുന്നു. എനിക്കൊറ്റ കാര്യം മാത്രമേ ചോദിക്കാനുള്ളൂ. KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നതിന് എന്തിനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്ര ഭയപ്പെടുന്നത്? കേരളത്തിലെ ആകെയുള്ള തരി കൂടി ഈ തെരഞ്ഞെടുപ്പിൽ കിടും. 20 എംപിമാരും UDF ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കും. അവസാനത്തെ ആകെയുള്ള തരി കൂടി കിടന്നതുള്ള പ്രയാസമാണ് CPMനുള്ളത് ഞങ്ങൾക്കറിയാം. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കേസ് 6 വർഷമാണ് സുപ്രീം കോടതിയിൽ നടന്നത്. ആ 6 വർഷം കേസ് നടന്ന സമയത്ത് അതിന്റെ ഏകദേശം വിധി പറയാവുന്ന ഘട്ടത്തിൽ SBI പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട ഡാറ്റ ഞങ്ങൾ തരുന്നത് ആരൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇലക്ട്രൽ ബോണ്ടിലൂടെ പണം നൽകിയിട്ടുള്ള ഡാറ്റ തരുന്നത് ജൂൺ മാസത്തിൽ തരുമെന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഇത്രയും നീട്ടിവലിച്ച് ജൂൺ മാസത്തിൽ തരുമെന്ന് പറഞ്ഞത്? മറ്റൊന്ന്, ഈ വടകര പട്ടണത്തിൽ ഇതുപോലെ ഒരു ചർച്ച നടക്കുന്ന സമയത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ പേഴ്സന്റേജ് നോക്കിയാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ പണം കൈമാറുന്നതെന്ന് എന്ത് അടിസ്ഥാനത്തിലാണ്, ഏത് ആധികാരികമായ ഡോക്യുമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇവിടെ 2 മാധ്യമപ്രവർത്തകരുണ്ട്, കേരളത്തിലെ പ്രധാനപ്പെട്ട 2 മാധ്യമപ്രവർത്തകർ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പച്ച നുണ വടകര പട്ടണത്തിൽ പറഞ്ഞിട്ട് അത് തിരുത്താൻ വേണ്ടി തയ്യാറാണ്? ഇത് ഡിബേറ്റ് അല്ല, ദിസ് ഇസ് നോട്ട് എ ഡിബേറ്റ്. അതുകൊണ്ടാണ് അഭിപ്രായം പറയാണ്. ഇവിടെ പറയട്ടെ. ലാവ്ലിൻ കേസ് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് 32 തവണ എന്താ മാറ്റിവെച്ചത് ചോദിക്കണം. അതുകൂടി ചോദിക്കണം നിങ്ങള്. സുപ്രീം കോടതി ലാവ്ലിൻ കേസ് 32 തവണ 8 കൊല്ലമായിട്ട് മാറ്റിവെച്ചു.
അത് ചോദിക്കണ്ടേ നിങ്ങള്? പ്രോസിക്യൂഷൻ അത് ആവശ്യപ്പെടുന്നത് ചോദിക്കണ്ടേ? ഇത് CBI ആവശ്യപ്പെടുന്നത് 2 മാസത്തെ അവധിയല്ലേ ചോദിച്ചുള്ളൂ. CBI ആണ് 2 ആവശ്യപ്പെടുന്നത്. മാസത്തെ അവധിയല്ലേ ചോദിച്ചുള്ളൂ. 10 കൊല്ലാക്കി കേസ് CBI എടുക്കാൻ ആവശ്യപ്പെടുകയാണ്. 10 കൊല്ലാക്കി കേസ് കേസ് എടുക്കാൻ. എടുക്കണമെന്ന്. പിന്നെ രണ്ടാമത്തെ ചോദ്യം. പിന്നെ ഒരു മിനിറ്റ്. രണ്ടാമത്തെ ചോദ്യം, ഈ 1% ഞാൻ വായിച്ച മാധ്യമങ്ങള്, ഞാൻ വായിച്ച എല്ലാത്തിലും മാധ്യമത്തിലല്ല. CPM-ന് 1% താഴെ വോട്ടുള്ളൂ. CPM-ന് 1% കൂടുതൽ വോട്ടുണ്ട് എന്നുള്ള വാദം ഇവിടുത്തെ CPM-മാർക്കുണ്ടോ? ഇന്ത്യ രാജ്യത്ത് ലോകസഭ അല്ല, ഞാൻ പറയാ ഈ ഒരു മിനിറ്റ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ CPM-ന് ഈനാമ്പച്ചാണോ മരപ്പട്ടിയാണോ ചിഹ്നം വരാന്ന് CPM അത്രയും വോട്ട് ശതമാനം കുറഞ്ഞു. ഞങ്ങളല്ല പറഞ്ഞത്, CPM-ന്റെ നേതാവ് പറഞ്ഞ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈനാമ്പച്ചയോ മരപ്പറ്റിയോ ചിഹ്നാവുന്നു, അത്രയും വോട്ട് കുറയുന്നു. 1% കുറവേ നിങ്ങൾക്ക് വോട്ടുള്ളൂ. 1% കുറഞ്ഞ ആൾക്ക് ഇലക്ടറൽ ബോണ്ട് ഇല്ല. നിങ്ങൾ ഇലക്ടർ ബോണ്ടിന്റെ ഉള്ളു BJP-യും കോൺഗ്രസും ഒരേ മറുപടിയാ പറയുന്നത്. യഥാർത്ഥത്തിൽ 2019-ലാണ് ഇലക്ട്രൽ ബോണ്ട് ഇറക്കിയത്. 2019-ലാണ് ഇലക്ട്രൽ ബോണ്ട് ഇറക്കിയത്. അന്ന് CPM-ന് 4.6% വോട്ടുണ്ട്. അതിനുശേഷം CPM-ന്റെ വോട്ട് കുറഞ്ഞത് 4.6% വോട്ടുള്ള CPM-ന് 2019 തെരഞ്ഞെടുപ്പിൽ ഇവര് പറയുന്ന പോലെയാണെങ്കിൽ 1% മേലെ വോട്ടുണ്ട്. ആ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇലക്ട്രൽ ബോണ്ട് വാങ്ങാം. ഇപ്പൊ 19 തെരഞ്ഞെടുപ്പില് നമ്മൾ സീറ്റുകൂടെ പോയി 1%-ആയി നമ്മൾ അതുകൊണ്ട് വാങ്ങിക്കൂടാ. രേഖയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയാം. സെക്ഷൻ മറ്റു വിഷയങ്ങൾ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തില് ജൂൺ വരെ സമയം ചോദിച്ചു. BJP അല്ലെങ്കിൽ SBI. അന്നേരം സുപ്രീം കോടതി പറഞ്ഞ മറുപടി എന്താ? ഒരു അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് കിട്ടണമെങ്കിൽ ഇതെന്തിനാ ഇത്ര കാലതാമസം? ഒരാഴ്ചക്കുള്ളിൽ മറുപടി കൊടുക്കുന്നല്ല പറഞ്ഞ സുപ്രീം കോടതി. അതിന്റെ അടിസ്ഥാനത്തിലുള്ള കണക്ക് മറുപടി വരെ അവസരം കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഇഷ്ടം പോലെ വക്കീൽമാർ സുപ്രീം കോടതിയിൽ മറുപടി പറയട്ടെ. അവർക്ക് അവരുടേതായ സമയം വേണ്ടി വരും. മനസ്സിലായില്ലേ? അത് ഇവിടെ BJP-ക്കാരെ വിശദീകരിച്ചിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? Goda, co-presented by Berger Paints, 100 years of trust. And ICL Fincorp. ICL Fincorp, the intelligent choice. Co-powered by Chungat Jewelry. ചുങ്കത് ജ്വല്ലറി ലൈറ്റ് വെയ്റ്റ് ഗോൾഡിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ